ലൈവിൽ അർജുനും അപ്സരയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ വീട്ടിലെ ഗെയിമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി പോകെ പോകെ നമ്മൾ അടുത്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ മുഴുവൻ നമ്മളെ തള്ളിപ്പറയും എന്നാണ് അവിടെ അപ്സര അർജുനോട് പറയുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ശ്രീധുവിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നുന്നുണ്ട്. ശ്രീധുവിന്റെ പലപ്പോഴും ഇപ്പോഴുള്ള സംസാര രീതിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ശ്രീധു എന്ന് അർജുൻ പറയുന്നുണ്ട്. ആ സമയത്ത് അപ്സര പറയുന്നുണ്ട്, ശ്രീധു എന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുന്നുണ്ട് ഇട്ടിട്ട്. ഞാൻ പുറകിൽ നിന്ന് കുത്താറില്ല, ഞാൻ മുമ്പിൽ നിന്ന് പറയാറുള്ളൂ എന്നുള്ള രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞു. അപ്പോഴത് ശരണി ഏറ്റെടുത്തു. നീ ആരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ശ്രീധു പറഞ്ഞു, ഞാൻ ആരെ ഉദ്ദേശിച്ചെന്ന് കേട്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തോ ശ്രീധുവിനെ ഭയങ്കര മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്സര പറയുന്നത്. അത് അപ്സരയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് തന്നെയാണ്. ശ്രീധു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ശ്രീധുവിന്റെ കൂടെ നടന്നുകൊണ്ട് ശ്രീധുവിനെ കുറ്റം പറഞ്ഞ ആ ഒരു ഡയലോഗ് ബിഗ് ബോസ് അന്ന് പറഞ്ഞു കൊടുത്തതിൽ പിന്നെ ശ്രീധുവിന് അപ്സരയുടെ അടുത്തൊരു അകൽച്ച തോന്നുന്നത് സ്വാഭാവികം. അർജുനുമായിട്ടുണ്ടായ വിഷയങ്ങൾ, അർജുൻ്റെ അടുത്ത് ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അർജുൻ എന്തോ ആദ്യം ക്യാപ്റ്റൻ ആവാനായിട്ട് ശ്രീധുവിനെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. പക്ഷേ ശ്രീധുവിനെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അർജുൻ പറഞ്ഞത് ശ്രീധുവിനെ ഭയങ്കര വിഷമായിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മൾ ടീമിൽ നിന്ന് ഗബ്രിയെ തെരഞ്ഞെടുത്ത് ഗബ്രിയെ അവിടെ കൊണ്ടു നിർത്തുന്ന സമയത്ത് നമ്മൾ ടീമായിട്ട് ഒരു തീരുമാനം എടുത്ത സമയത്ത് ഗബ്രിക്ക് അല്ലാതെ വോട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് അർജുൻ പറയുന്നുണ്ട്. എന്തായാലും ശ്രീധുവിന് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അർജുൻ്റെ അടുത്ത് നിന്നും അകൽച്ച കാണിക്കുന്നുണ്ട് എന്നൊരു കാരണം പറയുന്നു അർജുൻ. അതുപോലെ തന്നെ അപ്സരയുടെ അടുത്തും അകൽച്ച കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് വേണ്ടത് ഒരു ക്യാപ്റ്റൻസിയാണ്. ആ മുമ്പത്തെ ക്യാപ്റ്റൻസിയിൽ എനിക്കുണ്ടായ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് എനിക്കൊരു നല്ല ക്യാപ്റ്റനായിരുന്നു എന്ന് തെളിയിച്ച് കാണിക്കണം. ഇനി എനിക്ക് പവർ റൂമിൽ കയറണ്ട എന്നാണ് അർജുൻ പറയുന്നത്. പവർ റൂമിൽ വരാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല, പവർ റൂമിലേക്ക് ഇനി ഞാൻ വരില്ല, എനിക്കിനി ഒരു തവണ ക്യാപ്റ്റൻ ആവണം എന്ന് മാത്രമാണ് ആഗ്രഹം എന്നാണ് അർജുൻ പറയുന്നത്.